അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം. അതിന് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നണം. അങ്ങനെ 3 നേരം പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ മൻസൂർ ഭായിക്കുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഏത് വീഡിയോ കണ്ടാലും നമുക്ക് ബോധ്യപ്പെടും. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വീഡിയോ കൂടി കണ്ടാൽ അത് ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ വാദിയും പ്രതിയും വിധിയും ഒക്കെ ഒരാൾ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിക്കുകയാണ്, കയ്യുള്ള അല്ലെങ്കിൽ കാലുള്ള കണ്ണുള്ള അള്ളാഹുവിനെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്ന് അത് കാണിച്ചു തരാൻ കഴിയുമോ, തെളിയിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഭാഷണത്തിലൂടെ തന്നെ ഈ പറയുന്ന വാദം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, കാലുണ്ട്, ഊരയുണ്ട്, മുഖമുണ്ട്, ഇരിക്കുന്നുണ്ട്, ഇറങ്ങി വരുന്നു, ഇങ്ങനെ തുടങ്ങിയ പരാമർശങ്ങൾ ഇവിടെയുള്ള വഹാബികൾ നടത്തുന്നുണ്ട്. ഇവിടെയുള്ള വഹാബികൾ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ മാസികകളിലുമൊക്കെ എഴുതി വെക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിനെ വളരെ കർശനമായി നിശിതമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഇല്ല. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഫാത്തിഹ മുതൽ നാസ് വരെ എടുത്തു നോക്കിയാൽ ഒരായത്തു പോലും നിങ്ങൾ ഈ പറയുന്ന ഈ മുജാഹിദ് പറയുന്ന ഈ വാദത്തിന്, അള്ളാഹുവിന് ശാരീരിക ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വാദത്തിന് ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. ഉസ്താദ് വെല്ലുവിളിച്ചത് ഒരൊറ്റ വഹാബിക്കും അത് കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ടെന്നോ കാലുണ്ടെന്നോ മുഖമുണ്ടെന്നോ അങ്ങനെ ശരീരമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ആ നിലപാടാണ് വന്യരായ പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. എന്നാൽ മൻസൂർ ഭായി പറയുന്നത് ഇവിടെ വാദി തന്നെ പ്രതിയാകുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതേ പേരോട് ഉസ്താദ് തന്നെ ഇത് തിരുത്തി പറയുന്നുണ്ട് എന്നതിൽ എൻ്റെ അർത്ഥം. വന്യരായ പേരോട് ഉസ്താദ് പറഞ്ഞതിനെ പേരോട് ഉസ്താദ് തന്നെ തിരുത്തി പറയുന്നുണ്ട് എന്നാണ് മൻസൂർ ഭായി ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇനി നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. മൻസൂർ ഭായി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൊണ്ടുവന്നതാണിത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ പേരോട് ഉസ്താദ് തിരുത്തി പറയുന്നുണ്ടോ? എന്താണ് പേരോട് ഉസ്താദ് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ കാലത്ത് അല എന്ന് പറയും. ഈ കമാ കാലത്ത് അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാ കാലക്ക് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെ പറയും. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖലഖ്തു ബിയദയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്തല്ല അള്ള പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാകാലത്തല്ല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, യതുണ്ട്. അപ്പം എൻ്റെ മാനം പറഞ്ഞൂടാ, അള്ള പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അള്ള പറഞ്ഞതുപോലെയുള്ള യതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? അള്ളാഹു താല പറഞ്ഞതുപോലെയുള്ള യദുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പേരോട് ഉസ്താദ് ഇവിടെ കൈയുണ്ടെന്ന് പറഞ്ഞു. പേരോട് ഉസ്താദ് ഇവിടെ കൈ ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ ബായി ഉസ്താദ് തന്നെ വാദിയും പ്രതിയാകുക? ഉസ്താദ് ആദ്യം പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യദുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അത് നമ്മൾ അവിടെ ഉറച്ചു നിന്നു. അള്ളാഹു താലക്ക് യദുണ്ട്.
അതേ സമയത്ത് കയ്യുണ്ട് എന്ന് ഇവിടുന്ന് കിട്ടി. കയ്യുണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ മൻസൂർ ഭായി. അങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾ പറഞ്ഞ വാദ്യം പ്രതിയൊക്കെ ഒരാളാകുന്നത്. ഇങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി കൂടി നമുക്ക് കേൾക്കാം. അള്ളാഹ് പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, ഏതുണ്ട്. അപ്പൊ അതിന്റെ മാന പറഞ്ഞൂടാ. അള്ളാഹ് പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹ് പറഞ്ഞതുപോലെയുള്ള ഏതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ഏതിന്റെ മാന നമുക്കറിയില്ല. അപ്പൊ അതാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ശറഹുൽ മുഹദ്ദബിനും ശറഹ് മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് അതിന്റെ ലാഹിർ മാന, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബിഹി, അള്ളാഹുവിന് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്. വന്നിരായ പേരോട് ഉസ്താദ് പറഞ്ഞതെന്താ? അള്ളാഹുവിന് യദുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവിന് കൈയുണ്ടെന്നോ മുഖമുണ്ടെന്നോ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടെന്നോ ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഉസ്താദ് ആദ്യം എന്ത് ആശയം പറഞ്ഞോ അതേ ആശയത്തിന് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് ഈ ബായി രണ്ടാമതിട്ട ഈ വീഡിയോ. അതല്ലാതെ ആദ്യം പറഞ്ഞതിന് ഒരിക്കലും ഈ വീഡിയോ എതിരാകുന്നില്ല. ഉസ്താദ് പറഞ്ഞതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക തന്നെയാണ് ഈ വീഡിയോയിൽ ഉസ്താദ്. അള്ളാഹുവിന് യദുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. അത് ഏതാണ് ആ യദ്? അത് നമുക്കറിയില്ല. യദുണ്ട് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹ്ക്ക് വജ്ഹുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അവിടെ മുഖം എന്നോ കൈ എന്നോ അർത്ഥം പറയാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അതാണ് പേരോട് ഉസ്താദ് അവിടെ പറഞ്ഞതും. അപ്പൊ പ്രിയമുള്ളവരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അത് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ആദ്യം മുജാഹിദുകളെ വെല്ലുവിളിച്ച വെല്ലുവിളിക്ക് ക്ഷമ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം ഇത് കേൾക്കുന്ന, ഇതിന് ന്യായീകരണവുമായിട്ട് വരുന്ന ആളുകൾ പറയേണ്ടതുണ്ട്. എന്താണ് ഈ ബായി പറയണത്? പേരോട് ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞു. അതേ വ്യക്തമായി പറഞ്ഞു. എന്തു പറഞ്ഞു? അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞു. അതിലെവിടെ ബായി നിങ്ങൾ പറഞ്ഞ വാദി പ്രതിയായത്? പേരോട് ഉസ്താദ് ആദ്യം പറഞ്ഞതിന് ശക്തിപ്പെടുത്തുക തന്നെയാണ് ഈ വീഡിയോയിലൂടെ. അള്ളാഹുവിന് യദുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹ്ക്ക് വജ്ഹുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ മുജാഹിദുകൾ അർത്ഥം വെക്കുന്നത് പോലെ അള്ളാഹ്ക്ക് കൈയുണ്ടെന്നും മുഖമുണ്ടെന്നും ഊരയുണ്ടെന്നും എവിടുന്ന് കിട്ടി? അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞോ? അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ മൻസൂർ ബായി നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഈ അർത്ഥമുള്ളോ? എന്നിട്ട് മൂപ്പര് പറയാ നിങ്ങൾ മുജാഹിദുകളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ, മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ മുജാഹിദുകളോട് മാപ്പ് പറയണത്? നിങ്ങൾ എവിടുന്നാ വരണ ബായി? എന്തൂട്ടങ്ങൾ ഈ പറയണേ? നിങ്ങൾ പറയണത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്റെ പൊന്നാര ബായി, പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ യദുണ്ട് എന്ന് പറഞ്ഞു, അത് അതുപോലെ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലൊക്കെ ഒന്ന് പറയല്ലേ ബായി, പഠിച്ചു പറയൂ ബായി. അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന എന്റെ മറ്റൊരു ചാനലില് UAE നിന്നുള്ള ഒരു മുസ്തഫ സാഹിബ് സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, യൂട്യൂബിലുള്ളതാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പണം അയച്ചിരുന്നു. കാര്യമായിട്ടുള്ളൊരു ചർച്ചയാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി സംബന്ധിച്ച വലിയൊരു ചർച്ച നടക്കുമ്പോ അതിന്റെ ഇടക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചോളി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മണി മണി മണി, ശ്രദ്ധിച്ചോളി നിങ്ങൾ. 36.99 UAE ദിർഹമാണ് അദ്ദേഹം അയച്ചിട്ടുള്ളത്. 37 ദിർഹത്തോളം ആണ് അയച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത് അയക്കുന്നതെങ്കിൽ ആ പണം മുഴുവൻ എനിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോ ആദ്യമായിട്ടാണ് സൂപ്പർ താങ്ക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലൂടെ എനിക്ക് ഒരു ചെറിയ എമൗണ്ട് കിട്ടുന്നത്. അത് അവിടെ നിന്ന് അയച്ചു എന്ന് പറയുന്ന അത്രയും പണം ഇവിടെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ താങ്ക്സ് പോലെയുള്ള കാര്യങ്ങളിലൂടെ ആരും പണം അയക്കരുത്. മുഴുവൻ പണവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ നെയ്യത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്ന ഒരു കാര്യമാണ് ഇവിടെ അറിയിക്കുവാനുള്ളത്. അപ്പോ അങ്ങനെ നിങ്ങളെ നെയ്യത്തിലേക്ക് അത് എത്തൂല, കാരണം മൂപ്പർക്ക് ഫുൾ അത് കിട്ടണില്ല. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളി. മൂപ്പർക്ക് അങ്ങനെ പൈസ ഫുള്ളായിട്ട് ആ സൂപ്പർ താങ്ക്സിലൂടെ ഫുള്ളായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരിഭവമാണ് മൂപ്പര് പറയണത്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നും കൂടി മൂപ്പര് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കിക്കോളി നിങ്ങൾ. ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കുന്നുവെങ്കിൽ അത് അഹങ്കാരത്തോടെ, ഇന്നലെ ഒരു കമന്റ് കണ്ടു, എന്റെ അഹങ്കാരം അത് ഒന്ന് കുറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്ക് ആരെങ്കിലും സഹായമായിട്ട് എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ അത് നിരസിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ ഒക്കെ ചോദിച്ചാൽ മതി, അത് നൽകാം. അതിനൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ മൂപ്പര് നൽകും. ആരെങ്കിലും മൻസൂർ ബായിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അക്കൗണ്ട് നമ്പർ ഉണ്ട്, അതൊക്കെ തരും. അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. ഇതന്നെയാണ് പറഞ്ഞത്. ഇവിടെ ക്യാഷ്, ഇവിടെ മണി തന്നെയാണ് മുഖ്യം.
മൂപ്പര് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞേ, നേർച്ച ചോറിനെ സംബന്ധിച്ച് മൂപ്പര് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് ഈ സമയത്താണ് നമ്മൾ കേൾക്കേണ്ടത്. ആ വീഡിയോ നിങ്ങൾ കേട്ടോക്കിയേ. തിന്നാനാണെങ്കിൽ നല്ലോണം അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അതുകൊണ്ട് ബിരിയാണി വെച്ചിട്ട് അവനവന്റെ വീട്ടിലിരുന്ന് തിന്നൂടെ? ഇത് ആരെങ്കിലും ഉണ്ടാക്കണേ? ആരുടെങ്കിലും കയ്യിൽ നിന്നൊക്കെ പിരിവെടുത്തുകൊണ്ട് ഈ ആരെങ്കിലൊക്കെ തരണേ, ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ പിരിവുണ്ടാക്കിയിട്ട് അതൊക്കെ വളരെ മോശല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഗൂഗിൾ പേ നമ്പർ കൊടുത്തത് എന്തിനാ മൻസൂർ ഭായി? അത് ചോദിക്കാൻ പാടില്ല. അത് മൻസൂർ ഭായിയുടെ വിഷയം. അങ്ങനെയല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മൂപ്പരുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മണിയാണ്, ക്യാഷാണ്. ബാക്കിയുള്ള ഒരു ഓഡിയൻസിനോടാണ് മൂപ്പര് പറഞ്ഞത് നിങ്ങൾ ആരാന്റെ പൈസ ആരാന്റെ ചോർന്ന് തിന്നരുത് എന്ന്. മൂപ്പരെ കുറിച്ചല്ലാന്ന്, അത് നിങ്ങൾ വിഷയാക്കണ്ടാന്ന് മൂപ്പര് ബാക്കി പറയട്ടെ. ചില ആളുകൾ കരുതും അവനൊക്കെ വലിയ സെറ്റപ്പിലാണ്, അവന്റെ ഓരോ വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എന്താ സെറ്റപ്പ്, അതൊക്കെ ഫോട്ടോസ് ആണ് സഹോദരന്മാരെ. യഥാർത്ഥ എന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ അതും ഒരു അഹങ്കാരമല്ല. കണ്ടില്ലേ, പാവാണ് മൻസൂർ ഭായി. ആ ബാക്കിൽ കാണുന്നതൊക്കെ അതൊക്കെ യഥാർത്ഥത്തിലല്ല. അത് മൂപ്പര് പച്ച സ്ക്രീൻ കെട്ടിയിരിക്കുകയാണ്. ഞാനൊരു പാവാണെന്ന് മൂപ്പര് പറയണത്. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പേ നമ്പറൊക്കെ മൂപ്പര് വിട്ടുവരും. അപ്പൊ എന്താ ചെയ്തു കൊടുക്കാളൊക്കെ ചെയ്തു കൊടുത്തോളി, അതിനാണ് മൂപ്പരെ പറയണത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും. മൂപ്പര് പണ്ഡിതന്മാരെ പച്ചമാംസം തിന്നുന്നതൊക്കെ ഈ ഒരൊറ്റ വിഷയത്തിന്, ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള വിഷയത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. മൻസൂർ ഭായി പാവാണ് ആൾക്ക് അഹങ്കാരമൊന്നുമില്ല. ഇതിനൊക്കെ ഇരിക്കണത് കുറച്ച് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ പേ നമ്പർ ആവശ്യമുള്ളവർ മൂപ്പര് പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. ഇനി ബാക്കി പറയട്ടെ. ഇത് സൂറത്ത് സ്വാദിന്റെ 75-ാമത്തെ ആയത്താണിത്. ഇതില് അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ പറഞ്ഞു, റബ്ബ് പറഞ്ഞു എന്നുള്ളതാണ്. അതെങ്ങനെ ഖുർആനാവ മൻസൂർ ഭായി? അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനീ ഈ അർത്ഥം പറയണത്? അത് ഖുർആനായത്താണോ? ആരെങ്കിലും പരിഭാഷപ്പെടുത്തിയത് നിങ്ങൾ നോക്കി വായിക്കുക, എന്നിട്ട് പറയാം അള്ളാഹ് പറഞ്ഞു ഖുർആനായത്ത്. ഇന്റെ ഭായി, നിങ്ങളാണ് എന്നിട്ട് ഈ പണ്ഡിതന്മാരെ പരിഹസിക്കാൻ കുത്തിരിക്കണത്. അള്ളാഹ് പറഞ്ഞത് ഖുർആനായത്ത് കൊണ്ട് ഓതുങ്ങള്. ഹേ ഇബ്ലീസ്, നിന്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യുവാൻ നിന്നെ മുടക്കിയത് എന്താണ്? അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമാണ് അവിടെ ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നീ ഗർവ് നടിച്ചുവോ? ആ ഗർവ് സഹോദരന്മാരെ, എന്നെ അഹങ്കാരം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക. അല്ല, നീ ഉന്നതന്മാരിൽ പെട്ടവനാണോ? ഈ ആയത്തില് എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുമ്പോ, ഹേ ഇബ്ലീസ്, എന്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് എന്നാണ് അള്ളാഹ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ലാന്ന്. അത് നിങ്ങൾ അർത്ഥം വെച്ചതാണ് കരങ്ങളെന്ന്. നിങ്ങൾ നോക്കി വായിച്ച മലയാള പരിഭാഷ എഴുതിയ ആരോ അയാൾ എഴുതി വെച്ചു. അത് ഖുർആനായത്താണോ? അള്ളാഹു ഖുർആനായത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹു താല പറഞ്ഞത് ലിമാ ഖലഖതു ബിയദയ്യ, അങ്ങനെ അള്ളാഹ് പറഞ്ഞത്. അതിന് കയ്യെന്നും കരം എന്നൊക്കെ ആരോ പരിഭാഷപ്പെടുത്തി. അത് ഖുർആനായത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കുകയും ചെയ്തു. എന്റെ പൊന്നാര ബായി, അയ്യയ്യേ, ഇതൊക്കെ നാണക്കേടല്ലേ? ഖുർആനായത്ത് എന്ന് പറഞ്ഞിട്ട് വായിക്കുക മലയാള പരിഭാഷ. ഇനി ബാക്കി പറയും. ഇനി നമുക്ക് ഒരു ഹദീസ് നോക്കാം. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. 7411 ഹദീസാണ്. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ കൈ നിറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ കൈ നിറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അവിടെയും യദ് എന്നുള്ള വാക്കാണ്. എന്താണോ ഹദീസിലും ഖുർആനിലും ഉള്ളത് അത് അപ്പടി നമ്മൾ വിശ്വസിക്കുക. അതിനെ കൈയ്യെന്നർത്ഥം വെക്കാനും മുഖം എന്നർത്ഥം വെക്കാനും ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്നർത്ഥം വെക്കാനും നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് മൻസൂർ ഭായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹദീസ് പറയുമ്പോ ഹദീസ് പറയ്, ആയത്തോതുമ്പോ ആയത്തോത്. അള്ളാഹുവിന്റെ അറ്റമല്ലാത്ത ഖജനാവിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞു തരുന്നത്. അവിടെ കൈ എന്ന് ഉപയോഗിച്ചു. നമ്മൾ ഏത് കൈ എന്ന് ചിന്തിക്കണ്ട. അതിനെ കുഫറിലേക്ക് പോയേക്കാവുന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പോവുകയും വേണ്ട. കൈ എന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കൈ എന്ന് പറഞ്ഞിട്ടില്ല ബായി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കുഫറിലേക്ക് എത്തിക്കുന്ന ആശയത്തിലേക്കൊന്നും പോകണ്ട. കൈ നിങ്ങൾ അർത്ഥം പറയണ്ട, കാര്യം കഴിഞ്ഞില്ലേ. അവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? യദ്ന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് യദ് നമ്മൾ പറയാ. ഖുർആനിലും യദ്ന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിൽക്കുക. നമ്മൾ എന്തിനാണ് ഈ കൈന്ന് അർത്ഥം വെക്കുന്നത്? നമ്മൾ എന്തിനാണ് മുഖം അർത്ഥം വെക്കുന്നത്? അതല്ലേ ഇവിടെ പ്രശ്നം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ ഉള്ളതുപോലെ നമ്മൾ നിൽക്കുക. അതാണ് മൻസൂർ ഭായി നിങ്ങളും നമ്മളും ഒക്കെ ചെയ്യേണ്ടത്. അഹ്ലു സുന്നയുടെ നിലപാട് കൃത്യവും വ്യക്തവുമാണ് എന്ന്
എത്രമാത്രം ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ അവിടെ വരുന്നത്. ഇനി മൻസൂർ ഭായിയെ വാദിയും പ്രതിയും വിധിയും ഒരാളെന്നാ പറഞ്ഞത്. പേരോട് ഉസ്താദ് പറഞ്ഞ വാദിച്ചതിനെ പേരോട് ഉസ്താദ് തന്നെ വിമർശിച്ചു എന്നാ പറഞ്ഞത്. അത് ഇവിടെ ഇല്ലാന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഉസ്താദ് പറഞ്ഞതിന് തന്നെ തിരുത്തിയിട്ടില്ല. അത് മൻസൂർ ഭായിക്ക് ആറ് വീഡിയോ അയച്ചു കൊടുത്തു. കാളെ പെറ്റു എന്നു കേട്ടപ്പോഴത്തേനും കയറെടുത്തു വീഡിയോ കൊണ്ട് ചെയ്തു. എന്താണ് ഉസ്താദ് പറഞ്ഞത് എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പരടക്കം ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കണൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഈ പറയുന്നത്, തഫ്വീൽ എന്താണ് എന്നും അവിടെ പറഞ്ഞ ഉസ്താദിന്റെ ആശയം എന്താണെന്നും ഈ സാധുവിന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് മൂപ്പര് ഉസ്താദ് ഒരു വിധി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട്. അതും കൂടി നമുക്ക് കേട്ടോക്കാം. കേൾക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം അതിന് വിധി പറയുന്നതെന്ന് കേൾക്കാം നമുക്ക്. അളവ് പറയുക എന്നത് വലിയ തെറ്റാണ്. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല കള്ളം പറയൽ. കള്ളം പറയൽ മുനാഫിഖിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സംസാരിച്ചാൽ കളവ് പറയുക കപടവിശ്വാസിയുടെ അഥവാ വിശ്വാസമില്ലാത്തവന്റെ മനസ്സിൽ വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അവൻ വാഗ്ദത്തം ചെയ്താൽ പാലിക്കാതിരിക്കുക, അതും മുനാഫിഖിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യനുമായി തെറ്റിയ മനുഷ്യനെ തോന്നിവാസം പറയുക എന്നതും വളരെ മോശമാക്കി സംസാരിക്കുക എന്നതും മുനാഫിഖിന്റെ ലക്ഷണമാണ്. അങ്ങനെയും ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, വാക്ക് പറഞ്ഞാൽ ചതിക്കുന്നവനാണ്. എന്തേ കാരണം? ഇതൊന്നും ഒരു മോമിനായ മനുഷ്യന് പറ്റിയ പണിയല്ല, എല്ലാം മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പോ കളവ് പറയല് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതെ, കളവ് പറയൽ മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾക്ക് ഫിറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളല്ലേ ഇപ്പൊ കളവ് പറയുന്നത്. ഉസ്താദ് പറയാത്തൊരു കാര്യം ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങളല്ലേ കളവ് പറയുന്ന ആള്. എന്നാലോ നിങ്ങൾ കൊണ്ടുവന്ന വീഡിയോയിൽ ഉസ്താദ് അങ്ങനെ പറയണമില്ല. ഉസ്താദ് ആദ്യം പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്ന വീഡിയോ ആണ് നിങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ട് പറയാ ഉസ്താദ് അതിനെ നേരെ വാദി പ്രതിയായിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങളാണ് കള്ളം പറഞ്ഞത്. ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ അപ്പൊ വായെടുത്താൽ നാക്കെടുത്താൽ കളവ് പറയാന്നുള്ള അതേ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ചേരുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങാൻ നോക്കിക്കൊണ്ട് മൻസൂർ ഭായി, നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതൊന്നും ശരിയല്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഒരു ദേഷ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുന്ന ഏർപ്പാട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ആഖിറത്തെ നിങ്ങൾ പേടിച്ചൊന്നാണ് വളരെ സ്നേഹത്തോടെ മണ്ണാർക്കാട്ടുള്ള മൻസൂർ ഭായിയോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല. വീഡിയോക്ക് കുറച്ച് ക്ലിയർ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അത് ഇപ്പോ പെയ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള ഒരു ചെറിയ പരിമിതി കൂടിയുണ്ട്. മൂപ്പര് വീഡിയോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അത് പെയ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യുന്ന പോലത്തെ ക്ലാരിറ്റിയും ക്ലിയർ ഒന്നും ഇല്ല എന്ന് മൂപ്പര് പറയണുണ്ട്. ബാക്കി നമ്മളണ്ട് പൂരിപ്പിച്ചാൽ മതി. മുന്നേ ഗൂഗിൾ പേ നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ പൂരിപ്പിച്ചിട്ടേ അങ്ങനെയുണ്ട് പോട്ടെ.